നമസ്കാരം. താരിഫ് യുദ്ധത്തിന് ശേഷം ട്രംപ് പുതിയൊരു യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഉയർന്ന മരുന്നുകളുടെ വില കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചതോടെ മരുന്നുകളുടെ വില കുത്തനെ കുറയും. താൻ ഒപ്പിട്ട ഉത്തരവിനെ തുടർന്ന് മരുന്നുകളുടെ വില 59% കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ചില സന്ദർഭങ്ങളിൽ 80 അല്ലെങ്കിൽ 90% വരെ മരുന്നുകൾക്ക് വില കുറയുമെന്നും ട്രംപ് പറയുന്നുണ്ട്. അമേരിക്കയിൽ ഭാരം കുറയ്ക്കുന്നതിനുള്ള മരുന്ന് വൻ വില കൊടുത്ത് വാങ്ങുമ്പോൾ ബ്രിട്ടനിൽ അതേ മരുന്നിന് വില വളരെ കുറവാണെന്ന് തന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞത് കേട്ട് മരുന്നുകളുടെ വില കുറയ്ക്കാൻ തനിക്ക് പ്രചോദനമായതെന്നാണ് ട്രംപ് പറയുന്നത്. ഇതോടെ നിരവധി പേരാണ് ഈ സുഹൃത്ത് ആരെന്ന ചോദ്യവുമായി രംഗത്തെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ആരെയാണ് പരാമർശിച്ചത്? അത് ഇലോൺ മസ്ക് ആയിരുന്നോ അതോ മറ്റാരെങ്കിലും ആയിരുന്നോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. അമേരിക്കൻ ഉപയോക്താക്കൾക്കുള്ള മരുന്നുകളുടെ വില ഗണ്യമായി കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് വാഗ്ദാനം ചെയ്തത്. വിദേശ രാജ്യങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് അമേരിക്ക ഇനി സബ്സിഡി നൽകില്ല. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഈ പദ്ധതി പ്രകാരം അമേരിക്കയിൽ വിൽക്കുന്ന മരുന്നുകളുടെ വില അതേ മരുന്നിന് മറ്റു രാജ്യങ്ങൾ നൽകുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിക്കുക എന്നാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ നീക്കത്തിന് ശേഷം പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളായ ഫൈസർ, എലി ലില്ലി, ബ്രിട്ടനിലെ GSK എന്നിവരുടെ ഓഹരി വിലകൾ തകർന്നു. മരുന്ന് വ്യവസായത്തിലെ പ്രധാന സംഘടനയായ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ആൻഡ് മാനുഫാക്ചേഴ്സ് ഓഫ് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന് ട്രംപിനെ പ്രശംസിച്ചു. ട്രംപിന്റെ അമിതഭാരമുള്ള സുഹൃത്ത് അദ്ദേഹത്തിന്റെ നീക്കത്തിന് പ്രചോദനമായത് എങ്ങനെയാണ് എന്ന് മാധ്യമ പ്രവർത്തകരും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിന് ട്രംപ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ ഒരു സുഹൃത്ത്, അയാൾ ഒരു ബിസിനസ്സുകാരനാണ്, വളരെ ഉയർന്ന നിലവാരമുള്ള ആളാണ്. നിങ്ങളിൽ മിക്കവരും അയാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. വളരെ ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ. അമിതഭാരമുള്ള അയാൾ ഫാറ്റ് ഷോട്ട് മരുന്ന് കഴിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ അത് ഇലോൺ മസ്ക് ആയിരിക്കുമെന്ന അഭിപ്രായങ്ങളും ഉയർന്നിട്ടുണ്ട്. അതേസമയം തന്റെ സുഹൃത്ത് ന്യൂയോർക്കിലും ലണ്ടനിലും ജോലി ചെയ്തിരുന്നുവെന്ന ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രസിഡന്റ് പരാമർശിച്ചത് മസ്കിനെയല്ല എന്നാണ്. മാത്രമല്ല, 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് മസ്കിന്റെ ശരീരഘടനയെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്തെക്കുറിച്ച് തമാശ പറയുകയും ചെയ്തിരുന്നു. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം എഴുതിയ എഴുത്തുകാരൻ റോബർട്ട് കിയോസാക്കിയെ കുറിച്ച് ട്രംപ് സംസാരിക്കുകയായിരുന്നു എന്നാണ് മറ്റ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ശാരീരിക വിവരണം ട്രംപ് പറഞ്ഞതിന് സമാനമാണെന്ന് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്.